ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TV, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ ഇൻഡെക്സുകൾ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എൻവിഡിയയുടെ റിസൾട്ട് വരുന്നത് 27-ാം തീയതിയാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ റിസൾട്ട് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. മറിച്ച് എൻവിഡിയയുടെ റിസൾട്ട് വരുന്നത് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ സെൽ ഓഫ് ഒരു പക്ഷേ നമുക്ക് അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ട്രംപ് US ഫെഡ് ഗവർണറെ പുറത്താക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഇന്ന് മോർണിംഗിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഇന്ത്യക്കെതിരായിട്ടുള്ള താരിഫ് അദ്ദേഹം വിഡ്രോ ചെയ്യില്ല. അതിന് പകരം 27-ാം തീയതി പകൽ 12 മണി മുതൽ പുതിയ താരിഫ് ഇഫക്റ്റീവ് ആയിരിക്കും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ പല കോണുകളിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അഡീഷണൽ താരിഫ് വിഡ്രോ ചെയ്തേക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് പോൺ ചെയ്തേക്കാം എന്നുള്ളൊരു കാര്യം. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഏത് തരത്തിലുള്ള താരിഫും നേരിടാനായിട്ട് ഇന്ത്യ തയ്യാറാണെന്നാണ്. ഒപ്പം GST കൗൺസിൽ മീറ്റിംഗ് ഈ മാസം സെപ്റ്റംബർ 3-4 തീയതികളിലുണ്ട്. എല്ലാ ഫുഡ് ഐറ്റംസും ടെക്സ്റ്റൈലും 5% GST സ്ലാബിലേക്ക് കൊണ്ടുവരുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുടെ GST 0യിലേക്ക് താത്തും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇത് തീർച്ചയായിട്ടും താരിഫിനെ കൗണ്ടർ ചെയ്യാനുള്ളൊരു മെഷറാണ്. എന്നിരുന്നാലും ഇനീഷ്യൽ നെഗറ്റീവ് ഇമ്പാക്റ്റ്, താരിഫ് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മൈനർ വൊളാറ്റിലിറ്റി നമ്മുടെ മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സാണ്. നമ്മുടെ ഫണ്ടുകൾ ഇന്നലെ ബയേഴ്സ് തന്നെയാണ്. എത്രത്തോളം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫണ്ടുകൾ ബൈ ചെയ്യുന്നുണ്ട്. കമോഡിറ്റികൾ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $3,374 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നിട്ടുള്ള 2 SME IPOs ഓപ്പൺ ആവുകയാണ്. സത്വ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്, അതുപോലെ തന്നെ കറണ്ട് ഇൻഫ്രാ പ്രൊജക്റ്റ് ലിമിറ്റഡ്, രണ്ടും NSEയിലാണ്. 1600 ലോട്ട്. 3200 ഷെയർ അപ്ലൈ ചെയ്യണം. റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡ് IPO വിക്രാൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഉണ്ട്. 97 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ് വിക്രാം എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ SMEയിലുള്ള സത്വ എഞ്ചിനീയറിംഗ് ആൻഡ് കറണ്ട് ഇൻഫ്രാ പ്രൊജക്റ്റ് ലിമിറ്റഡ്. മുമ്പ് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ജെം അരോമാറ്റിക്സ്, വിക്രം സോളാർ, ശ്രീജി ഷിപ്പിംഗ്, പട്ടേൽ റീറ്റെയിൽ, ഈ 4 കമ്പനികളൊന്ന് ലിസ്റ്റ് ചെയ്യാണ്. ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സീമക്കാണ്. അതോടൊപ്പം തന്നെ ഇന്ന് HDFC ബാങ്ക്, കാരൂർ വൈശ്യ ബാങ്ക് എക്സ് ബോണസ് ആണ്. HDFC ബാങ്ക് 1:1 ആയിരുന്നു റേഷ്യോ. കാരൂർ വൈശ്യ ബാങ്ക് 1:5 ആയിരുന്നു. ഒപ്പം എക്സ് ഡിവിഡൻഡ് ആണ് ഇന്ന് മുതൽ. വേദാന്ത ലിമിറ്റഡ് 16 രൂപയായിരുന്നു ഡിവിഡൻഡ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ L&T വലിയ രീതിയിലുള്ള ഡാറ്റാ സെൻറ്റർ, എയറോസ്പേസ്, ഡിഫൻസ് സെക്ടർ ഡെവലപ്മെൻറ്റ് പ്ലാനിലാണ്. തീർച്ചയായിട്ടും L&Tനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ഒപ്പം പ്രോട്ടിയാനി ഗവർണൻസ് 1100 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീമർജർ, ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ലിമിറ്റഡ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ലിമിറ്റഡ് ആയിട്ട് 2 കമ്പനികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. റേഷ്യോ 1:1 ആണ്. NCLT അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ചേഞ്ചുകളുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തേക്കാം. അടുത്ത ആഴ്ചകളിൽ ഇത്തരത്തിലുള്ള റെക്കോർഡ് ഡേറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. NBCCക്ക് 3700 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സ്വാൻ എനർജിയുടെ പേര് മാറ്റിയിരിക്കുകയാണ്, സ്വാൻ കോർപ്പ് എന്നാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും അഡീഷണൽ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് നെഗറ്റീവായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOs റിസ്ക് എടുത്ത് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനൊരു ഡിസിഷൻ എടുക്കുന്നതെന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോടെ ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.